ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടെ നൈറ്റി മെറ്റീരിയൽ മുതൽ പാക്കിംഗ് കവർ വരെ ഉണ്ട്. ഒരു നൈറ്റി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള A to Z കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഒരു യൂണിറ്റ് തുടങ്ങാൻ എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം നമ്മുടെ ഷോപ്പിലുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. വായോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്ലെയിൻ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത് കേട്ടോ. പ്ലെയിൻ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് ഈ വയ്ക്കുന്ന സാധനങ്ങളെല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ നമുക്ക് നമ്മുടെ കട്ടിംഗ് ടേബിളിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, സ്കെയിലാണ് വേണ്ടത്. അപ്പം സ്കെയില് അതിന് സ്ട്രെയിറ്റ് സ്കെയിലുണ്ട്, എൽ സ്കെയിലുണ്ട്, ഷേപ്പ് സ്കെയിലുണ്ട്, സ്ലീവ് കർവുണ്ട്, പിന്നെ ആം ഹോൾ സ്ലീവ് കർവുണ്ട്, ആം ഹോൾ കർവുണ്ട്. ഇത്രയും ടൂൾസ് നമുക്കുണ്ട്. ഈ ടൂൾസുകൾ ഉപയോഗിച്ച് നമുക്കിത് നല്ലപോലെ മാർക്ക് ചെയ്യാനായിട്ട്, കാര്യം നമ്മൾ ഈ ടൂൾസ് വെച്ച് മാർക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷർമെൻറ്റ് ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ കട്ടിങ് ഷാർപ്പാവും, നമ്മൾ സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റ് ആവും. അതിനെപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡായിട്ടൊരു യൂണിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സാധനം നമ്മളൊരു ഷോപ്പിലോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നല്ലൊരു മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ നല്ല ടൂൾസ് മേടിക്കണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. മാർക്ക് ചെയ്യുന്നത് നമുക്ക് എന്താ വേണ്ടത്, മാർക്കിംഗ് ചോക്ക് വേണം. മാർക്കിംഗ് ചോക്ക് വേണം അല്ലേ. അപ്പോൾ ദാ നമ്മൾ മാർക്കിംഗ് ചോക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇതിന് ഒരുപാട് മോഡൽ നമ്മുടെ പുറത്ത് കിട്ടുന്നുണ്ട്. ഇത് മാർക്കിംഗ് ചോക്കാണ്, നമ്മുടെ പണ്ടത്തെ ചോക്ക്. ഇത് മാർക്കിംഗ് പെന്നാണ്. അതായത് നമ്മൾ വരച്ചതിന് ശേഷം അയൺ ചെയ്യുമ്പോൾ ഇത് മാഞ്ഞു പൊയ്ക്കോളും. അപ്പോൾ ഈ പെന്നുണ്ട്. ഇപ്പോൾ വീണ്ടും മിൽക്കി ചോക്കെന്നും പറഞ്ഞുകൊണ്ട് ഒരു വൈറ്റ് കളറിലൊരു ചോക്ക് വരുന്നുണ്ട്. ഇതും ഈ പെന്നിൻ്റെ സെയിം യൂസ് തന്നെയാണ്. നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഷാർപ്പായിട്ട് വര വീഴും, പക്ഷേ അത് അയൺ ചെയ്യുമ്പോൾ മാഞ്ഞു പോവും. പക്ഷേ ഇത് നമ്മുടെ ആ പണ്ടത്തെ ചോക്ക്. അന്നും ഇന്നും ഇതിന് നല്ല ഡിമാൻഡാണ്. ഒരു ചോക്ക് വരും. ആ ചോക്ക് വെച്ച് പിന്നെ നമുക്ക് എന്താ വേണം, മെഷറിംഗ് ടേപ്പ് വേണം അല്ലേ. മെഷറിംഗ് ടേപ്പ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് ടൂൾസ് വെച്ച് മെഷറിംഗ് ടേപ്പ് ചോക്ക് ഉപയോഗിച്ച് നമ്മുടെ മാർക്കിംഗ് എല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നല്ല ലേഡീസിൻ്റെ 10 ഇഞ്ചിൻ്റെ സിസേഴ്സാണിത്. കണ്ടോ, ഇതിൻ്റെ ഈ നിബ് കണ്ടോ, നല്ല ഷാർപ്പായിട്ടുള്ളതാണ് നമ്മുടെ അടുത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെറിയ പോയിന്റ് പോലും നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. 10 ഇഞ്ചിൻ്റെ സിസേഴ്സാണ് നമ്മൾ എടുക്കുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ നമ്മൾ സിസർ കട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ നമ്മുടെ നൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെ പോകണം, ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകണം. സ്റ്റിച്ചിങ്ങിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് മെഷീൻ എല്ലാവർക്കും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണം, സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ത്രെഡാണ്. ആ ത്രെഡ് നമ്മളെടുത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് തയ്ക്കുന്ന സമയത്ത് അതിന് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മനോഹരമാക്കണം അല്ലേ. അപ്പം സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സിബ് അറ്റാച്ച് ചെയ്ത് നമ്മളത് നൈറ്റി ചെയ്യും. ഒന്ന് കട്ട് ചെയ്തേ, സിബ് എവിടെ, നമ്മളിതാ സിബ്, നമ്മുടെ കമ്പനി സിബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, മെറ്റലാണ് വരുന്നത്, മെറ്റൽ സിബാണ്. ഈ മെറ്റൽ സിബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു സിബ് വെച്ച് നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്താൽ അതൊരു നൈറ്റി ആവും. പക്ഷേ അതൊരു സാധാരണ നൈറ്റിയാണ് അല്ലേ. അപ്പം നമുക്ക് നല്ല ബൊട്ടിക്കിലോട്ടൊക്കെ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് നമ്മുടെ സാധനം കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെക്കുന്ന ആക്സസറീസിലാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത്. അപ്പം നമുക്കൊരു മീഡിയം ക്വാളിറ്റി നൈറ്റി ചെയ്യണമെങ്കിൽ നമ്മളിതുപോലെ ഒരു പൈപ്പിംഗ് ലേസിൻ്റെ പല കളേഴ്സ് നമുക്ക് കിട്ടും. ഇതിൽ കോമൺ ആയിട്ട് ഇതിൻ്റെ വൈറ്റും ബ്ലാക്കുമാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഓറഞ്ചും ബ്ലാക്കുമാണ്. ഇതുപോലെ ഒരു പൈപ്പിംഗ് ലേസ് വെച്ച് നമുക്ക് മീഡിയം നൈറ്റി ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പ്രീമിയം നൈറ്റി ചെയ്യുന്ന സമയത്ത് പ്രീമിയം മെറ്റീരിയൽസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സാധനങ്ങൾ നമ്മളെടുത്തുണ്ട്. മെയിനായിട്ട് GPO ലേസുകളാണ്. ഇത് നമ്മുടെ ഓഫറിലുള്ളതാണ്. ഇതാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ 200 മീറ്റർ എടുക്കുന്നവർക്ക് 10 കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ GPO ലേസുകൾ വെച്ചിട്ട് നമുക്ക് നൈറ്റി നല്ല ഭംഗിയാക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഷോ ബട്ടൺ ഉപയോഗിക്കാം. ഷോ ബട്ടൺ നമുക്കുണ്ടാകും. ഇതുപോലത്തെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള
ഈ ബട്ടണൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സ്റ്റാൻഡേർഡ് നൈറ്റിയിൽ മാത്രമേ ഈ ക്വാളിറ്റി ബട്ടണൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസിൽ പ്രീമിയം ക്വാളിറ്റി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഷോ ബട്ടൺ, അത് എനിക്ക് പോംപോം ലേസ്, GPO ലേസ്, അതുപോലെ റിബൺ, നമുക്ക് ഫ്ലവറൊക്കെ ചെയ്യേണ്ട സമയത്തും ബട്ടർഫ്ലൈ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ആ യോക്ക് പോർഷനൊക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഈ സ്പോഞ്ച് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ക്യാൻവാസ് ഉപയോഗിക്കാം. ക്യാൻവാസോ സ്പോഞ്ചോ ഉപയോഗിച്ച്, സ്പോഞ്ച് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഹെവി ആയിട്ടിരിക്കും, പക്ഷേ നമുക്ക് നല്ല മാർജിൻ ഇട്ടത് സെയിൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് വുഡൻ ബട്ടൺസും വരുന്നുണ്ട്. കേട്ടോ, ഇത് നൈറ്റിക്കകത്തും ടോപ്പിനകത്തും, നൈറ്റിയിലും ടോപ്പിലോട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വുഡൻ ആണ്. കണ്ടോ, സ്റ്റൈലാണിത്. ഒരു 3 എണ്ണം വെച്ച് കൊടുത്താൽ മതി, നല്ല ഭംഗിയായിരിക്കും. നൈറ്റി ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും. കാര്യം നമ്മുടെ പ്രീമിയം മെറ്റീരിയൽസിൽ ഒരുപാട് പേര് ടോപ്പ് തയ്ക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പം അത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബട്ടൻ്റെ വേണമെങ്കിൽ ചെറിയ ബട്ടൺ നമ്മുടെ അടുത്തുണ്ട്, വുഡിൻ്റെ ചെറിയ ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സൈസ് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ കൊണ്ടുകൊടുക്കുമ്പോൾ XL ആണോ, XXL ആണോ, XXL ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മളതിൻ്റെ ലേബലും കൂടി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ലേബൽ നമ്മളെടുത്തുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എംബ്രോയ്ഡറി നെക്കുണ്ട്. എംബ്രോയ്ഡറി മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പാച്ച് വർക്കുകൾ കിട്ടും. ഇതിൻ്റെ ഒരുപാടുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിപ്പം ജസ്റ്റ് ഒരു സാമ്പിളാണ്. ഈ ഒരു നെക്ക് നമുക്ക് വയ്ക്കാൻ പറ്റും. അതിനുശേഷം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഫിനിഷിങ് വർക്ക് ഉണ്ടാവില്ല അതിനകത്ത്. അപ്പോൾ ഇനി ഫിനിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത്. ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റി പിന്നെ നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ഉള്ള ആൾക്കാർക്ക് പിന്നെ കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് തുണിയൊക്കെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ ഇത് ഈ പിന്ന് വെച്ച് കുത്തി വെച്ചാൽ അത് അവിടെ ഇരിക്കും. ഈ നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നൊക്കെ കുത്തി വയ്ക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് നല്ല ഈസി ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കുറേ ടൂൾസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ത്രെഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് ട്രിം ചെയ്ത് കളയണം. എക്സ്ട്രാ ത്രെഡൊക്കെ കിടക്കുന്നത് ഒരു അഭംഗിയാണ്. അത് മാത്രമല്ല, ആ മിസ്റ്റേക്കിലോട്ട് നമ്മൾ പെട്ടെന്ന് പോയി നോക്കും. ഒരു നൂല് തൂങ്ങി കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ കണ്ണങ്ങോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേഗം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു ഡ്രിമ്മർ വെച്ചിട്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. എപ്പോഴും സിസർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള കൈ കഴപ്പ് നമുക്ക് മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു അഡീഷണൽ തയ്യലെങ്ങാനും വീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അഴിക്കാനായിട്ട് പറ്റും. ഇത് സ്വിങ് റിപ്പറാണ്. ഇത് പിന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല, നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് അഴിച്ച് വിടാൻ പറ്റും. ഇത് നല്ല ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ക്യാപ്പുണ്ട്. ഇതൊക്കെ എപ്പോഴും ഒരു മെഷീനുള്ള വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. ഇപ്പം ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ടൂള് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വശത്ത് സ്വിങ് റിപ്പറും ഒരു വശത്ത് നമ്മുടെ ത്രെഡ് ഇൻസേർട്ട് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് ഈ കൈ സൂചിയിലോട്ടൊക്കെ നമുക്ക് ഇപ്പം ഇൻഡസ്ട്രിയൽ മെഷീൻ ആണെങ്കിൽ അതിനകത്ത് ലൈറ്റ് കാണും. ഇപ്പം നമുക്ക് മെഷീൻ സൂചിയിലോട്ടൊക്കെ കൈ നൂല് പെട്ടെന്ന് കൊരുക്കണമെങ്കിൽ ഇതിനകത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ളൊരു ടൂളാണിത്. ഇങ്ങനെ ചെറിയ ചെറിയ ടൂൾസിന് ചെറിയ ചെറിയ പൈസയേ ഉള്ളൂ. അതുപോലെ ഇത് ഈ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്വിങ് റിപ്പർ മാത്രമാണ്. അതുപോലെ ഇത് ഈ ത്രെഡ് ഇൻസേർട്ട് ചെയ്യുന്ന സാധനമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടൂളാണ് ഇത്. ഇത് മേടിച്ച് അതിൻ്റെ രണ്ടിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ കൈ സൂചികളാണിത്, മറ്റ് മെഷീൻ സൂചിയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 18ഓളം നമ്പർ സൂചികളുണ്ട്. കണ്ടോ, ഇതെല്ലാം കൂടെ ഒരു ബോക്സിൽ നമുക്ക് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഇത് 2 ഷേപ്പിൽ വരുന്നുണ്ട്. ഇതുപോലെ ഒരു ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന കണക്കത്തെ ഒരു ക്യാനിലും വരുന്നുണ്ട്. അല്ലാതെ ഇത് കണ്ടോ, ഇത്രയും സൂചികളാണ് ഇതിനകത്തും കിടക്കുന്നത്. അതായത് ചെറുത്, വലുത്, മീഡിയം, കട്ടിയുള്ളത്, കട്ടി കുറഞ്ഞത്, അങ്ങനെ 18 നീഡിൽസാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഈ 18 നീഡിൽ തന്നെയാണ് ഈ ഒരു ടൂളിലും കിടക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും കൈ സൂചിയൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചിലവരും നൈറ്റിയിൽ സിബായിരിക്കും വയ്ക്കുന്നത്, ചിലവർ ഹുക്കായിരിക്കും വയ്ക്കുന്നത്, ചിലവർ ബട്ടൺ ആയിരിക്കും വയ്ക്കുന്നത്. ഏതാണെങ്കിലും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റി നല്ല രീതിയിൽ തയ്ച്ചു. അതിൻ്റെ എക്സ്ട്രാ ഓവർ ത്രെഡെല്ലാം നോക്കി ചെക്ക് ചെയ്ത് നമ്മൾ നൈറ്റി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഏകദേശം നമ്മുടെ ഒരു നൈറ്റി എന്ന് പറയുന്നത്. പിന്നെ എലാസ്റ്റിക് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ എലാസ്റ്റിക്കുകൾ നമുക്കുണ്ട്. 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് തുടങ്ങിയ എലാസ്റ്റിക് നമുക്കുണ്ട്. കാര്യം ഇപ്പോൾ ഫ്രോക്ക് നൈറ്റി ട്രെൻഡാണ്. അപ്പോൾ അതിനകത്ത് സ്ലീവിൽ ലേസ് വെക്കണമെങ്കിൽ നമുക്ക് ലേസ് വെക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ ചെയ്ത ഒരു
നൈറ്റിയാണിത് കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ബട്ടൺ കണ്ടോ, നമ്മൾ യോക്കിലൊക്കെ വെച്ചു നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ എക്സ്ട്രാ ത്രെഡ് എല്ലാം കളഞ്ഞു നമ്മൾ നീറ്റായിട്ട് അതിൻ്റെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു അതിൻ്റെ പാക്കിംഗ് സെക്ഷനിലോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ഷോപ്പിലോട്ട് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നീറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം അതിനകത്ത് ഇത് അട്ടയെന്ന് പറയും. ഇത് നമ്മൾ ഈ നൈറ്റിയുടെ അകത്തോട്ട് കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് വേണമെങ്കിൽ ഇത് അട്ട ഇതിനകത്തോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല സ്റ്റിക്കായിട്ട് നിൽക്കും. അതിനുശേഷം ഇതിനാദ്യം ഒരു ഗ്ലാസ് കവറിൽ നമ്മൾ ഇടണം. ഒരു ഗ്ലാസ് കവറിലിട്ടതിന് ശേഷം ആ ഗ്ലാസ് കവറിൽ ഇടുമ്പോൾ തന്നെ നൈറ്റിയുടെ ലുക്ക് മാറുന്നത് നിങ്ങൾ ലൈവായിട്ട് കണ്ടോളണം കേട്ടോ. കണ്ടോ, ഈ ഞാൻ പകുതി പുറത്തും പകുതി അകത്തുമാണ് വെച്ചേക്കുന്നത്. ഈ കവറിനുള്ളിലോട്ട് പോയ നൈറ്റിക്ക് ഒരു ഗ്ലേസിങ് ഉണ്ട്. കണ്ടോ, നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്കൊരു ഷോപ്പിൽ കൊണ്ടുചെന്ന് ഓർഡർ കൊടുക്കാനുള്ള, ഇതിപ്പം കൊണ്ടുചെന്ന് ഒരു ബൊട്ടിക്കിൽ കൊണ്ടുചെന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടും. നിങ്ങളുടെ ലേബൽ ഇതിപ്പോൾ നമ്മുടെ ജീജാസിൻ്റെ ലേബലാണ്. ഇതുപോലെ നിങ്ങളുടെ ലേബൽ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരും. ഇതിപ്പോൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഒരു ബൊട്ടിക്കിൽ കൊണ്ടുചെന്ന് നമ്മൾ ഒരു ഓർഡർ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഒരു 10 പീസ് കൊണ്ടുവരുന്ന അവർ ഈ സീസണിൽ എന്താണെങ്കിലും പറയും. അതിനുശേഷം ഇനി നമ്മൾ ഷോപ്പിലൊന്നും ഓർഡർ കൊടുക്കുന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് ഓൺലൈനിൽ തന്നെ നമ്മൾ റീസെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കൊറിയർ കവറുകൾ നമ്മളെടുത്ത് കിട്ടും. 3 സൈസിലാണ് നമുക്ക് കൊറിയർ കവറുകൾ വരുന്നത് കണ്ടോ. അതായത് ഇപ്പോൾ ഈ ഒരു നൈറ്റി മാത്രമാണ് ആളുകൾ മേടിക്കുന്നതെങ്കിൽ ഈ ഒരു നൈറ്റി കൊള്ളുന്ന കവറിനകത്ത് നമുക്ക് പാക്ക് ചെയ്ത് വിടാൻ പറ്റും. ഇത് നല്ല സ്റ്റാൻഡേർഡാണ്, നല്ല കട്ടിയുള്ളതാണ്. അത്യാവശ്യം 2 എണ്ണം വെച്ചെന്ന് വെച്ച് ഇത് കീറിയൊന്നും പോകത്തില്ല, അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇനി 3 നൈറ്റിയാണ്. ഇപ്പോൾ കോംബോ, ഇനിയിപ്പോൾ ഓണം ആകുമ്പോൾ കോംബോ ഓഫേഴ്സ് വരും. അപ്പോൾ കോംബോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 3 നൈറ്റി അല്ലെങ്കിൽ 3 സാരി ചുരിദാർ മെറ്റീരിയൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 3 എണ്ണം കൊള്ളുന്ന കൊറിയർ കവറുണ്ട്, അതുപോലെ 5 എണ്ണം കൊള്ളുന്ന കൊറിയർ ബാഗ്സ് ഉണ്ട്. നമുക്ക് ഈ 3 സൈസിലാണ് നമുക്ക് കൊറിയർ ബാഗുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നിപ്പം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഫോണിലോട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇതപ്പോൾ ഈ ഒരു നൈറ്റിക്ക് ഓർഡർ കിട്ടി. ഈ നൈറ്റി നമ്മളിപ്പോൾ ഒരു നൈറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു നൈറ്റി കൊള്ളുന്ന പാക്കിംഗ് കവറിലോട്ട് വെച്ചു. അതിനുശേഷം ഇതിനകത്ത് പാർട്ടിയുടെ അഡ്രസ്സും നമ്മുടെ അഡ്രസ്സും കൂടെ എഴുതി ഇവിടെ സീലിംഗ് ചെയ്ത് ഇവിടെയും ഇങ്ങനെ ഒട്ടിച്ച് നമ്മളിതാ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ലോകത്തിൻ്റെ ഏത് കോണിലോട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള A to Z കാര്യങ്ങൾ ജീജാസിലുണ്ട്. ഇത് കൂടാതെ ബിൽ ബുക്കും ഉണ്ട്. അതായത് ഇതിനകത്ത് നമ്മളൊരു ബില്ല് വെക്കണം. ആ ബില്ല് വെക്കുമ്പോഴുള്ള ബിൽ ബുക്കാണ്. ഒരു എസ്റ്റിമേറ്റ് ബില്ലുണ്ടാവും, പിന്നെ അതിനകത്തൊരു പ്രൈസ് സ്റ്റിക്കർ വേണം. ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ബിൽ ബുക്ക് ഉൾപ്പെടെ കൊറിയർ ബാഗ് ഉൾപ്പെടെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സാധനങ്ങൾ സെയിൽ ചെയ്യാനുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓണമായിട്ട് ഞങ്ങൾ ഒരുപാട് ഓഫറും തരുന്നിട്ടുണ്ട്. 100 പീസിന് മുകളിൽ മേടിക്കുന്നവർക്ക് ബേസിക് പാറ്റേൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു 290 മെറ്റീരിയലിൽ 3/4 സ്ലീവ്, അതായത് ഇത് കണ്ടോ, നമ്മൾ ഈ പാറ്റേൺ ആണ് കൊടുക്കുന്നത്. അതായത് എല്ലാവർക്കും 290 എങ്ങനെ വലിയ നൈറ്റി ചെയ്യാനാണ് എല്ലാവർക്കും പാട്. ഇത് കണ്ടോ, ഈ ഒരു പാറ്റേൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേണാണ് എല്ലാവർക്കും ആവശ്യം. ഇത് നമ്മൾ 100 പീസിന് മുകളിൽ മേടിക്കുന്നവർക്ക് ഈ ഒരു പാറ്റേൺ, അതായത് 48 ചെസ്റ്റ്, മാക്സിമം ലെങ്ത്, അതായത് 16.5 ലെങ്ത് ഇറക്കം കിട്ടും നമ്മുടെ സ്ലീവിന്. 16.5 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവ്, അതായത് പിന്നെ 57 ലെങ്ത്ത്, 48 നെഞ്ച് വണ്ണം, 57 ഇഞ്ച് ഇറക്കം, 16.5 ഇഞ്ച് കൈനീളം കിട്ടുന്ന നൈറ്റികൾ കട്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഞങ്ങൾ 100 പീസിന് മുകളിൽ മേടിക്കുന്നവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇത് ഈ മെറ്റീരിയൽ എങ്ങനെ വയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ തുണി ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് തുണി കിട്ടിയാലല്ലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ക്ലോത്ത് എങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാന്നുള്ള ഒരു വീഡിയോ നേരിട്ട് വരുന്നവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും, അല്ലാത്തവർക്ക് നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കും. പിന്നെ അത് കൂടാതെ നമ്മൾ ബേസിൽ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസസ് കട്ടിൻ്റെ പാറ്റേൺ കൊടുക്കും. പ്രിൻസസ് കട്ടിൻ്റെ പാറ്റേണും കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പ്ലീറ്റഡ് നൈറ്റിയുടെ പാറ്റേണും കൊടുക്കും. ഇതെല്ലാം ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. 100 പീസിന് മുകളിൽ മേടിക്കുന്നവർക്ക് ഓഗസ്റ്റ് 31, 2026 വരെ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ കാണത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് വീണ്ടും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതായത് 25 സിബ്, അതായത് ഒരു ബോക്സ് ചോക്ക്,
ഇത് കൂടാതെയാണ് കൊടുക്കുന്നത് ഒരു ബോക്സ് ചോക്ക്. ഇതുപോലെ നൈറ്റി ലേസാണ് നമ്മൾ കൊടുക്കുന്നത്. നൈറ്റി ലേസിൻ്റെ 5 കളർ ഉണ്ടാവും. ഇത് നൈറ്റി ലേസിൻ്റെ 5 കളറ്. പിന്നെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന മെറ്റൽ സിബ് 25 എണ്ണം. ഇത് ഇത്രയും നമ്മൾ ഈ പാറ്റേണിനോടൊപ്പം 100 പീസിന് മുകളിൽ മേടിക്കുന്നവർക്ക് ഓഗസ്റ്റ് 31, 2026 ഓർഡർ കിട്ടുന്ന എല്ലാവർക്കും നമ്മളിത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. എല്ലാവരും ഈ ഓണത്തിൻ്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ദിവസം 10 നൈറ്റി പോയാൽ പോലും 100 നൈറ്റി വിൽക്കാൻ നമുക്ക് 10 ദിവസം മതി. ഇനി ഒരു അഡീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 200 നൈറ്റിക്ക് മുകളിൽ മേടിക്കുന്നവർക്ക് നമ്മളൊരു മെഗാ ഓഫർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 200 പീസിന് മുകളിൽ മേടിക്കുന്നവർക്ക് ഈ പാറ്റേണുകളെല്ലാം നമ്മൾ കൊടുക്കും. പ്ലസ് നമ്മൾ കഫ്താൻ്റെ പാറ്റേൺ, ഫ്രോക്ക് നൈറ്റിയുടെ പാറ്റേൺ, മാനസി കട്ടിൻ്റെ പാറ്റേൺ, പ്ലീറ്റഡ് നൈറ്റിയുടെ പാറ്റേൺ, ഒരു 8 or 9 തരം പിന്നെ എന്താണ് നെക്കുകൾ, വെറൈറ്റി നെക്കുകൾ. അതുപോലെ ഇത് പിന്നെ ഈ 100ൻ്റെ ഒരു പാക്കറ്റ് സിബാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് സിബ്. പിന്നെ GPO ലൈസിൻ്റെ 10 കളറ്. GPO ലൈസാണ് 200 പീസിന് മുകളിൽ മേടിക്കുന്നവർക്ക് ഈ ലൈസാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ലൈസിൻ്റെ 10 കളർ ലൈസ്. പിന്നെ എംബ്രോയ്ഡറി നെക്ക്, 2 or 3 എംബ്രോയ്ഡറി നെക്ക്, 100 രൂപയുടെ ത്രെഡ്, പിന്നെ പ്ലസ് ഒരു ബോക്സ് ചോക്ക്. ഇത്രയും കൂടി നമ്മൾ 200 പീസിന് മുകളിൽ എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ 200 പീസിന് ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ 100 പീസ് വെച്ച് 2 പ്രാവശ്യമായിട്ട് എടുത്താലും മതി. ആദ്യത്തെ 100 പീസ് കൊണ്ടുപോയി ഓഗസ്റ്റ് 31 മുമ്പ് ബാക്കി 100 പീസും കൂടെ മേടിച്ച് ചേർക്കുന്നവർക്ക് നമ്മൾ ഈ ഗിഫ്റ്റ് ഈ ഓണായിട്ട് കൊടുക്കുകയാണ്. കാര്യം നല്ല നല്ല യൂണിറ്റുകൾ പുതിയതായിട്ട് ഉണ്ടാവാനും നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നവർക്ക് ഒരു ബാക്ക് സപ്പോർട്ടിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഓഗസ്റ്റ് 31 വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം മെഷീൻസിൻ്റെ പാർട്സ് നമുക്കുണ്ട് കേട്ടോ. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അതെന്ന് പറഞ്ഞാൽ എല്ലാ മെഷീൻ്റെയും സിംഗിൾ ഹെഡ് മെഷീൻ ആണെങ്കിലും പവർ മെഷീൻ ആണെങ്കിലും അതിൻ്റെ ബോബിനും കേസും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. സിംഗിൾ ആണെങ്കിലും ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് പേപ്പർ ഒന്ന് മാറ്റാം. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മെഷീനും അംബർലാക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മുടെ സിംഗിൾ ഹെഡ് മെഷീനാണ്. സിംഗിൾ ഹെഡിൻ്റെയാണിത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബോബിനും അതിൻ്റെ രണ്ടിൻ്റെയും കേസും നമുക്ക് വരുന്നുണ്ട്. ബോബിനും കേസും ഉണ്ട്. പിന്നെ എല്ലാ മെഷീൻ നീഡിലും ഉണ്ട്, ഹാൻഡ് നീഡിലും ഉണ്ട് കേട്ടോ. കൈ സൂചിയും മെഷീൻ സൂചിയും ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ അധികം വന്നിട്ടുണ്ട്. ഈ ബെൽറ്റുകളാണ് ഓരോ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന അനുസരിച്ച് ഞങ്ങൾ ഓരോ പ്രോഡക്റ്റുകൾ എടുക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ ഹെഡ് മെഷീൻ്റെ ബെൽറ്റാണ് വരുന്നത്. ഇത് അതുപോലെ നമ്മൾ അംബർല മെഷീനിലെ മോട്ടറില്ലേ, ആ മോട്ടറിൻ്റെ ബെൽറ്റാണിത്. ഇത് പവർ മെഷീൻ്റെ ബെൽറ്റാണ്. അപ്പോൾ ഈ സിംഗിൾ മെഷീൻ്റെ ബെൽറ്റ്, അംബർലയുടെ ബെൽറ്റ്, പവർ മെഷീൻ്റെ ബെൽറ്റ്, ഇതൊന്നും നമുക്ക് ഇല്ലായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് അനുസരിച്ച് നമ്മൾ എടുത്തതാണ്. പിന്നെ ഒരു ട്രേസിങ് വീൽ, അതായത് നമ്മളൊരു 4-5 പീസൊക്കെ ഒരുമിച്ചിട്ട് വെട്ടുവാണെങ്കിൽ അതിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു മാർക്കിംഗ് അവിടെ വരും. ആ മാർക്കിങ്ങിലൂടെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മാർക്കിംഗ് ടൂള്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞാൻ 9ാം ക്ലാസ് മുതൽ ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ ചവിട്ടിയിട്ട് ഒന്നുകിൽ വെളിയിൽ പോയി ഈർക്കിലെടുത്തുകൊണ്ട് വരും, അതല്ലെങ്കിൽ പേന ഊരിയിട്ട് അതിൻ്റെ റീഫിലെടുത്തിട്ട് ആ മെഷീൻ്റെ വീലിലോട്ട് സ്പീഡിൽ മെഷീൻ കറക്കിയിട്ട് വീലിലോട്ട് നമ്മൾ ഇതിട്ട് കൊരുത്തിട്ടാണ് നമ്മൾ നൂല് കൊരുത്തെടുക്കുന്നത് അല്ലേ. കുറേ പേർക്കെങ്കിലും പഴയ കാലം ഓർമ്മ വന്ന് കാണും. പക്ഷേ ഇത് ഈർക്കിലൊന്നും എടുക്കാൻ പോകണ്ട. ഇത് നമ്മുടെ മെഷീൻ്റെ ബോക്സിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിനകത്തോട്ട് നൂല് ചുറ്റി എടുക്കാൻ പറ്റും. ആ നൂല് ചുറ്റി എടുക്കുന്ന ഒരു സാധനമാണിത്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഞാൻ എന്തായാലും ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൂളാണിത്. പിന്നെ നമുക്ക് പൈപ്പിംഗ് ഫൂട്ട് വരുന്നുണ്ട്. റൈറ്റ് ലെഫ്റ്റും പൈപ്പിംഗ് ഫൂട്ട് വരുന്നുണ്ട്. പിന്നെ തുണി ചുരുട്ടി അടിക്കുന്ന ഒരു ഫൂട്ടും കൂടെ ഉണ്ട്. പിന്നെ വേണ്ട കാർബൺ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ അംബർല മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന കാർബണാണിത്. നമ്മുടെ മെഷീൻ്റെ സ്പീഡ് കുറഞ്ഞു പോകുമ്പോൾ, നിങ്ങൾ മോട്ടോർ വെച്ച് ഉപയോഗിക്കുന്ന മെഷീൻ്റെ സ്പീഡ് കുറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കാർബൺ കരിഞ്ഞ് തീർന്ന് പോണത് കൊണ്ടാണ് നിങ്ങളുടെ മെഷീൻ സ്പീഡ് കുറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിലൊരു കുഞ്ഞ് അടപ്പുണ്ട്, അത് ഊരി നോക്കണം. ഇതിൻ്റെ ഇത്രത്തോളം
കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു പുതിയതൊരെണ്ണം മേടിച്ചിട്ട് കൊടുക്കുക. വീണ്ടും നല്ല സ്പീഡ് ആയിക്കോളും. അംബ്രല്ല മെഷീനിലാണ് ഇത് കൂടുതലും. അംബ്രല്ല മെഷീനിൽ സിംഗിൾ ഹെഡിൽ നമ്മൾ ചെറിയ മോട്ടർ മേടിച്ച് വയ്ക്കുന്നവർക്കുള്ള കാർബണാണിത്. കണ്ടോ, ഈ കറിയിലൊക്കെ കുഞ്ഞു പൈസയേ ഉള്ളൂ ഇതിനൊക്കെ. ഇതെല്ലാം നമ്മുടെ അടുത്തുണ്ട്. പിന്നെ പവർ മെഷീൻ്റെ ഓയിലുണ്ട്, വൈറ്റ് ഓയിൽ. അത് മെഷീന് മാത്രമല്ല, അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഈ തുരുമ്പൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവിടെയൊക്കെ നമുക്ക് 2 തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ നമുക്കൊരു കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പണ്ടേ ഉള്ള കോംബോ ഓഫറാണ്. ഈ 2 ടൂള് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ 2 കോംബോ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളും കൂടിയാണ്. അതായത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ടേപ്പ്, ചോക്ക്, ത്രെഡ് കട്ടർ, പിന്നെ ത്രെഡ് ഇങ്ങനെ അഴിക്കുന്നത്, പിന്നെന്താ ത്രെഡ് ഇൻസേർട്ട് ചെയ്യുന്നത്, അങ്ങനെ മെയിനായിട്ട് ഒരു 9 ഐറ്റം ചേർന്ന ഒരു പാക്കിംഗ് ആണിത്. ഇതിന് വെറും 100 രൂപയെ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ ചൂളെന്ന് പറഞ്ഞാൽ ഒരു എൽ സ്കെയില്, ഒരു ആം ഹോൾ കർവ്, ഒരു സ്ലീവ് കർവ്, ഇത് 3ഉം കൂടി ചേരുന്നതിന് വെറും 170 രൂപ മാത്രമേ ഉള്ളൂ. ഈ 2 കോംബോ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈ 2 കോംബോ നമ്മുടെ വീട്ടിൽ ആവശ്യമാണ്. ഇത് നമ്മളൊന്ന് വെറുതെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ ഈ 2 സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ വേണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പ്രസ് ബട്ടൺ നമുക്ക് ചെയ്യണം. അതായത് ഫുൾ ഓപ്പൺ നൈറ്റി ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പം എന്താണ് ഫീഡിങ് ചെയ്യണം. അപ്പോൾ അതിൽ ഇൻവിസിബിൾ സിബൊന്നും അറ്റാച്ച് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ബട്ടൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് പിന്നെന്താണ് ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് ഒക്കെ നല്ല ഈസി ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ജിജാസ് ഓണത്തിൻ്റെ ഒരു മെഗാ ഓഫറും ഒരു യൂണിറ്റിന് ചെയ്യാനുള്ള A to Z നമ്മൾ നിങ്ങൾക്കായി ഇവിടെ കരുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഇതുപോലെ പുതിയ പുതിയ ഐറ്റങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ സന്തോഷത്തോടു കൂടി വരാൻ പറ്റുന്നത്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് 1000 നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ഓണത്തോടു കൂടി നല്ലൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ചും കൂടി മെച്ചമാക്കുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളെല്ലാം നമ്മൾ ചെയ്തു തരും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓണം ഇപ്പോൾ പറയുന്നില്ല, കാര്യം ഓണത്തിന് മുമ്പ് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഹാപ്പി ഓണം ഞാൻ പറയുന്നില്ല. നമുക്ക് വേഗം വേറൊരു വീഡിയോയിലൂടെ കാണാം. Till then, bye.